ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസിൻ്റെ 8ാമത്തെ സീസണെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ജൂൺ ജൂലൈ മാസത്തിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം, അതായത് ജൂൺ മാസം ബിഗ് ബോസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ചവരുണ്ട്, ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ജൂൺ മാസം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് ബിഗ് ബോസ് നീട്ടിവെച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. 8ാമത്തെ സീസൺ നമുക്കറിയാം. ഇപ്പോൾ ഈ പറയുന്ന ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പം തന്നെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെയൊക്കെ അവർ വിളിച്ച് കാണും. ഇപ്പം ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ 7ാമത്തെ സീസൺ വന്നതുപോലെ തന്നെ ഈ വരുന്ന 8ാമത്തെ സീസണും വരാനായിട്ടാണ് ഇപ്പം സാധ്യത കാണുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഓഗസ്റ്റ് മാസം വരും. ഈ പറയുന്ന ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന്, അതായത് അടുത്ത മാസമൊക്കെ ആയിട്ട് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആ ഒരു വീക്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ലോഗോയും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ വർഷം അങ്ങനെ തന്നെയാണ് വന്നത്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന് ലോഗോ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പറയുന്ന പോലെ ഒരു ജൂൺ പകുതിയോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ് ലുക്ക് പ്രൊമോ വന്നു. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ബിഗ് ബോസ് വന്നത് അതുപോലെ തന്നെ ഈ വർഷവും സെയിം പാറ്റേണിൽ വരും എന്നുള്ള രീതിയിലാണ് പറയാൻ പറ്റുന്നത്. ഈ പറയുന്നത് പോലെ ഓണവും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനകത്തായി പോകും. ഈ പറയുന്ന പോലെ സെപ്റ്റംബർ മാസം വരുന്ന സമയത്ത് ഓണവും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനകത്തായിരിക്കും കണ്ടസ്റ്റൻസ് ഒക്കെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത്രയും നീട്ടി വെക്കണ്ട എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ആയിരുന്നു എല്ലാവരും ഇരുന്നിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് മറ്റുള്ള ബിഗ് ബോസ് സീസണുകളെല്ലാവരും വരുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന നീട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയ് സാറ് ഇല്ലാത്ത സാഹചര്യത്തിൽ പുതിയൊരു സ്പോൺസറെ കണ്ടെത്തണം. അതുപോലെ തന്നെ പുതിയൊരു പാറ്റേണിൽ ഈ ഒരു ഷോ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഷോ ഇപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് നീണ്ടുപോയിരിക്കുന്നത്. ഏകദേശം ആഗസ്റ്റ് അവസാനത്തോടനുബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഏകദേശം മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഈ പറയുന്നത് പോലെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യവും അറിഞ്ഞിട്ടുണ്ട്. സെലിബ്രിറ്റിക്ക്, അതായത് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന് ഈ പറയുന്ന പോലെ ബിഗ് ബോസിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും. ആക്ടേഴ്സ്, അതുപോലെ ഈ പറയുന്ന അഭിനേതാക്കൾ, കൊമഡിയൻസ്, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വിളിക്കുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും. ഓൾറെഡി ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ വിളിച്ചിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത കണ്ടസ്റ്റൻസിനെ ഒന്നുകൂടി വിളിച്ച് ഓഡീഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഓഡീഷൻ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അറിയുന്നുണ്ട്. അതിനുശേഷമായിരിക്കുള്ളൂ മറ്റുള്ളവരെയൊക്കെ വിളിക്കുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ജിം ട്രെയിനേഴ്സ്, സിംഗേഴ്സ്, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വിളിക്കുന്നത് അതിനുശേഷമായിരിക്കും. പിന്നീട് ഈ പറയുന്ന കോമണേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും വിളിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കൊരു ജൂണിന് മുമ്പായിട്ട് ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വഴിക്കാവും. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന പ്രൊമോ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ബിഗ് ബോസിൻ്റെ സീസണും ഏകദേശം ഓഗസ്റ്റ് പകുതിയോടനുബന്ധിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ് വന്നത്. നമ്മൾ ഓൾറെഡി ജൂൺ മാസം വരുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ അത്തരത്തിലല്ല, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് നീണ്ടുപോകും എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. ഓഡീഷൻ അടുത്ത ആഴ്ചത്തോളം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവർ വിളിക്കും. പിന്നീട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സിംഗേഴ്സ്, അത്തരത്തിലുള്ള ആളുകൾ വിളിക്കും. അതിനുശേഷം ഈ പറയുന്ന കോമണേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഓഡീഷനും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഏഷ്യാനെറ്റ് വഴി തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിക്ക് എങ്ങനെയാണോ അവർ പറയുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ. അപ്പോൾ എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഓൾറെഡി നമ്മളെ IV ടോക്സ് എന്ന് പറയുന്ന മറ്റൊരു ചാനലിൽ നമ്മൾ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളും ഡേ ടു ഡേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സമയക്കുറവ് കൊണ്ടാണ് ഈ ഒരു ചാനലിലേക്ക് നമുക്ക് ബിഗ് ബോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്